സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നും പറയണ പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. കേൾക്കാൻ ആരുമില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ലിസ്റ്റൺ. ഓഫീസിൽ കേൾക്കാൻ ആരുമില്ല. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ലിസ്റ്റൺ. ഓഫീസിൽ കേൾക്കാൻ ആരുമില്ല. കേൾക്കാൻ ആരുമില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു സീ. ഓഫീസിൽ കാണാൻ ആരുമില്ല. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു സീ. ഓഫീസിൽ കാണാൻ ആരുമില്ല. പറയാൻ ആരുമില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ടെൽ. ഓഫീസിൽ പറയാൻ ആരുമില്ല. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ടെൽ. ഓഫീസിൽ പറയാൻ ആരുമില്ല. ഓഫീസിൽ പോവാൻ ആരുമില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ഗോ ടു. ഓഫീസിൽ പോവാൻ ആരുമില്ല. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ഗോ ടു. ഓഫീസിൽ പോവാൻ ആരുമില്ല. ആരുമില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ഗോ ടു. ഓഫീസിൽ പോവാൻ ആരുമില്ല. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ഗോ ടു. ഓഫീസിൽ പോവാൻ ആരുമില്ല. ഓഫീസിൽ എടുത്തു തരാൻ ആരുമില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് പിക്കപ്പ് ആൻഡ് ഡെലിവർ. ഓഫീസിൽ എടുത്തു തരാൻ ആരുമില്ല. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് പിക്കപ്പ് ആൻഡ് ഡെലിവർ. ഓഫീസിൽ എടുത്തു തരാൻ ആരുമില്ല. ഓഫീസിൽ പരാതി പറയാൻ ആരുമില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു കംപ്ലൈൻറ്റ് ടു. ഓഫീസിൽ പരാതി പറയാൻ ആരുമില്ല. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു കംപ്ലൈൻറ്റ് ടു. ഓഫീസിൽ പരാതി പറയാൻ ആരുമില്ല. പറഞ്ഞു തരാൻ ഓഫീസിൽ ആരുമില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ടെൽ യു എനിത്തിങ്. എന്തെങ്കിലും പറഞ്ഞു തരാൻ ഓഫീസിൽ ആരുമില്ല. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ടെൽ യു എനിത്തിങ്. ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞു തരാൻ ആരുമില്ല. ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞു തരാൻ ആരുമില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ടെൽ യു എനിത്തിങ്. എന്തെങ്കിലും പറഞ്ഞു തരാൻ ഓഫീസിൽ ആരുമില്ല. ദർ ഈസ് നോ വൺ ഇൻ ദ ഓഫീസ് ടു ടെൽ യു എനിത്തിങ്. എന്തെങ്കിലും പറഞ്ഞു തരാൻ ഓഫീസിൽ ആരുമില്ല. ആയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക. ഹാവ് യു എവർ ഹാഡ് എ ഫീലിംഗ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക. ഹാവ് യു എവർ ഹാഡ് എ ഫീലിംഗ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഹാവ് യു എവർ ഹാഡ് എ ഫീലിംഗ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക. ഹാവ് യു എവർ ഹാഡ് എ എക്സ്പീരിയൻസ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഹാവ് യു എവർ ഹാഡ് എ എക്സ്പീരിയൻസ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക. ഹാസ് സച്ച് എ ഇൻസിഡൻറ്റ് ഒക്കേർഡ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഹാസ് സച്ച് എൻ ഇൻസിഡൻറ്റ് ഒക്കേർഡ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഹാസ് സച്ച് എൻ ഇൻസിഡൻറ്റ് ഒക്കേർഡ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക. ഹാവ് യു ഡൺ സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? കഥ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എങ്ങനെ. ഹാവ് യു ഹേർഡ് എ സ്റ്റോറി ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് എ സ്റ്റോറി ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? സാധനം കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഹാവ് യു എവർ സീ സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീ സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? പഴം കഴിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഹാവ് യു എവർ ഈറ്റൺ എ ഫ്രൂട്ട് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു പഴം കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു
എവർ ഈറ്റൺ എ ഫ്രൂട്ട് ലൈക്ക് ദീസ്? ഇങ്ങനെ ഒരു പഴം കഴിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ഹാവ് യു എവർ ഈറ്റൺ എ ഫ്രൂട്ട് ലൈക്ക് ദീസ്? ഇങ്ങനെ ഒരു പഴം കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഈറ്റൺ എ ഫ്രൂട്ട് ലൈക്ക് ദീസ്? ഇങ്ങനെ ഒരു പഴം കഴിച്ചിട്ടുണ്ടോ? സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക? ഹാവ് യു വിസിറ്റഡ് എ പ്ലേസ് ലൈക്ക് ദീസ്? ഇങ്ങനെ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? ഹാവ് യു വിസിറ്റഡ് എ പ്ലേസ് ലൈക്ക് ദീസ്? ഇങ്ങനെ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? ഒരാശയം മനസ്സിൽ ഉദിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക? ഹാവ് യു എവർ ഹാഡ് എൻ ഐഡിയ ലൈക്ക് ദീസ് ഇൻ യുവർ മൈൻഡ്? മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക? ഹാവ് യു എവർ ഹാഡ് എൻ ഐഡിയ ലൈക്ക് ദീസ് ഇൻ യുവർ മൈൻഡ്? ഇങ്ങനെ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ? ഹാവ് യു എവർ ഹാഡ് എൻ ഐഡിയ ലൈക്ക് ദീസ് ഇൻ യുവർ മൈൻഡ്? ഇങ്ങനെ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ? ചെയ്തത് എന്നെങ്ങനെ പറയാം? ദിസ് ഈസ് ഹൗ ഐ ഡിഡ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് ചെയ്തത്. ദിസ് ഈസ് ഹൗ ഐ ഡിഡ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് ചെയ്തത്. ദിസ് ഈസ് ഹൗ ഐ ഡിഡ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് ചെയ്തത്. വിചാരിച്ചത് എന്നെങ്ങനെ പറയാം? ദിസ് ഈസ് ഹൗ ഐ തോട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് വിചാരിച്ചത്. ദിസ് ഈസ് ഹൗ ഐ തോട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് വിചാരിച്ചത്. ഞാനത് കണ്ടത് എന്നിങ്ങനെ പറയാം? ദിസ് ഈസ് ഹൗ ഐ സോ ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് കണ്ടത്. ഇങ്ങനെയാണ് ഞാനത് കണ്ടത് എന്നിങ്ങനെ പറയാം? ദിസ് ഈസ് ഹൗ ഐ സോ ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് കണ്ടത്. ദിസ് ഈസ് ഹൗ ഐ സോ ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് കണ്ടത്. പിന്നത് എന്നിങ്ങനെ പറയാം? ദിസ് ഈസ് ഹൗ ഐ സെഡ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് പറഞ്ഞത്. ദിസ് ഈസ് ഹൗ ഐ സെഡ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് പറഞ്ഞത്. എടുത്തത് എന്നിങ്ങനെ പറയാം? ദിസ് ഈസ് ഹൗ ഐ ടുക്ക് ഇറ്റ്. ഇങ്ങനെയാണ് ഞാൻ എടുത്തത്. ദിസ് ഈസ് ഹൗ ഐ ടുക്ക് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് എടുത്തത്. കാണുന്നത് എന്നെങ്ങനെ പറയാം? ദിസ് ഈസ് ഹൗ ഐ സീ ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് കാണുന്നത്. ദിസ് ഈസ് ഹൗ ഐ സീ ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് കാണുന്നത്. മനസ്സിലാക്കുന്നത് എന്നെങ്ങനെ പറയാം? ദിസ് ഈസ് ഹൗ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ദിസ് ഈസ് ഹൗ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിൽ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ ചില ബാഡ് കമൻസിനൊന്നും ഞാൻ റിപ്ലൈ ചെയ്യില്ല. കാരണം അത് വെറുതെ കാര്യമില്ലാതെ പറയുന്ന അഭിപ്രായങ്ങളായതുകൊണ്ട് അതിനൊന്നും ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.